നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് ദുർവിധി. നവീൻ ബാബുവിൻ്റെ ദുരൂഹമരണം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി തള്ളിക്കളഞ്ഞു. ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വിധി പ്രസ്താവം പുറത്തുവന്നിരിക്കുന്നത്. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിൻ്റെ വിധി സർക്കാർ വാദം പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയെന്ന് കോടതി. നരഹത്യയടക്കം സംശയിക്കുന്നതുകൊണ്ട് CBI തന്നെ ഈ കേസ് അന്വേഷിക്കണമെന്നാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയോട് അഭ്യർത്ഥിച്ചത്. ഹൈക്കോടതി ഇത്തരമൊരു നിർദ്ദേശം തങ്ങൾക്ക് നൽകിയാൽ അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന് നേരത്തെ CBI നിലപാട് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അന്ന് CBIയോട് പറഞ്ഞു, ഇവിടെ നിലപാടറിയുകയല്ല, ഇത്തരമൊരു കേസ് CBI അന്വേഷിക്കേണ്ടതുണ്ടോ എന്നതാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. കൊലപാതക സാധ്യതയുടെ തെളിവുകൾ കോടതിക്ക് മുൻപാകെ എത്തിയില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ഈ കേസന്വേഷണം പൂർണ്ണമായി ഭരണകൂട ഒത്താശയോടെ അട്ടിമറിക്കപ്പെട്ടുവെന്നാണ് നേരത്തെ മഞ്ജുഷ ആരോപിച്ചത്. നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ തുടർന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു, ഈ പോരാട്ടം ഞങ്ങൾ അവസാനിപ്പിക്കില്ല, ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കും. ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് അനുകൂല വിധി കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഹൈക്കോടതി വിധി വന്നു, പിന്നെ ഇത് ഏതായാലും ഫൈനൽ അല്ലല്ലോ വിധി. നമുക്ക് മുമ്പോട്ട് പോകാനുള്ള പ്രൊവിഷനുണ്ട്. അപ്പീലുമായിട്ട് മുമ്പോട്ട് പോകും. പിന്മാറാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. ഏതറ്റം വരെയും മുമ്പോട്ട് പോകാൻ തന്നെ ഉദ്ദേശിക്കുന്നത്. തൃപ്തി ഇല്ലാത്തത് കൊണ്ടാണ് ഹൈക്കോടതിയിൽ നമ്മൾ ഇവിടെ ഞാൻ ഹർജി സമർപ്പിച്ചത്. ഹൈക്കോടതി പരിഗണിച്ചില്ല. അതാണല്ലോ ഉത്തരവിൻ്റെ അടിസ്ഥാനം. ഉത്തരവ് വന്നിരിക്കുന്ന ഹൈക്കോടതി കൃത്യമായിട്ട് പരിഗണിക്കാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ഉത്തരവ് വന്നത്. ഇനി ഞങ്ങൾ അപ്പീലുമായിട്ട് മുമ്പോട്ട് പോകും. അതുകൊണ്ടാണ് ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചത്. ഹർജിയിൽ മേഡം ഉന്നയിച്ച ആവശ്യം കോടതി തള്ളുമ്പോൾ തന്നെ ഒരു മേൽനോട്ടത്തിന് റേഞ്ച് DIG ചുമതലപ്പെടുത്തുന്നുണ്ട്. നമുക്കത് ആശ്വാസകരമല്ല, തൃപ്തികരമല്ല എന്നുള്ളതാണല്ലേ? തൃപ്തികരമല്ല. അങ്ങനെ തന്നെ നിലനിൽക്കുന്ന സംശയങ്ങൾ. എന്തായാലും പിന്നോട്ട് മാറാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. മുമ്പോട്ട് തന്നെ പോകാൻ തന്നെ തീരുമാനിച്ചിട്ടില്ല. കരുത്തുറ്റ ശബ്ദത്തിലാണ് കേരളത്തോട് മഞ്ജുഷ സംസാരിച്ചത്. തങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ കേരളത്തിന് മുൻപാകെ പറയുമ്പോൾ ഏത് തരത്തിൽ പ്രതികരിക്കണമെന്നറിയാതെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു നിൽക്കുകയാണ് മലയാളക്കര. ഡിവിഷൻ ബെഞ്ചിനെയോ തുടർന്ന് സുപ്രീം കോടതിയോ ഞങ്ങൾ സമീപിക്കും. ഈ പോരാട്ടം അവസാനിപ്പിക്കില്ല എന്ന് നവീൻ ബാബുവിൻ്റെ സഹോദരൻ പ്രവീൺ ബാബു തുടർന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. അതായിരുന്നു കോടതി ഇന്ന് അനുവദിച്ചിട്ടില്ല. അതിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല. മറ്റ് കുറച്ച് നിർദ്ദേശങ്ങൾ കോടതി വെച്ചിട്ടുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് DIG മോണിറ്റർ ചെയ്യണം ഈ അന്വേഷണം, പിന്നെ പീരിയോഡിക്കലായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ്സ് അറിയിക്കണം. ഇങ്ങനെ നിർദ്ദേശങ്ങളാണ് വെച്ചിരിക്കുന്നത്. കൂടുതൽ കാരണങ്ങൾ അറിയെങ്കിൽ വിധി വന്ന ശേഷമേ പറയാൻ പറ്റത്തുള്ളൂ. പൂർണ്ണമായ വിധിയുടെ കോപ്പി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഞങ്ങൾക്ക് CBI അന്വേഷണമാണ് ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങൾ തീർച്ചയായിട്ടും ഡിവിഷൻ ബെഞ്ചിലോ സുപ്രീം കോടതിയിലോ പോകാൻ തയ്യാറാവും. തുടർ നടപടിയിലേക്ക് തന്നെ നീങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. അതെ, എല്ലാം വിശദമായി വിധിയുടെ പകർപ്പെടുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, നമ്മൾ നന്നായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പറയാനുള്ളതെല്ലാം ഹൈലൈറ്റ് ചെയ്ത് തന്നെ നമ്മുടെ ഡോക്യുമെന്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി വിധി പഠിച്ച ശേഷം ഞങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കും. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അല്ല, ആ അന്വേഷണം നടക്കുന്ന അവരുടെ നിർദ്ദേശമാണ്. ഞങ്ങൾ തൃപ്തി ഞങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നില്ല. കാരണം വിധി പഠിച്ച ശേഷം ഞങ്ങൾ തീർച്ചയായിട്ടും അപ്പീൽ തന്നെ പോവും. അപ്പലേറ്റ് കോടതിയെ സമീപിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതിലിപ്പോൾ നേരത്തെ CBI കേസ് എടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ സർക്കാർ പറഞ്ഞിരുന്നു ഒരു തരത്തിലുള്ള വീഴ്ചയും തങ്ങൾ വരുത്തുന്നില്ലെന്ന് സർക്കാർ ഉടനീളം പറഞ്ഞുകൊണ്ടിരുന്നു. അത് കോടതി കൂടി അംഗീകരിക്കുന്ന ഒരു നിലപാടിൽ കോടതി എല്ലാ കാര്യങ്ങളും പരിശോധിച്ച ശേഷമായിരിക്കും ഇപ്പോൾ വിധി പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ വിധിയുടെ പൂർണ്ണരൂപം കിട്ടണമെങ്കിൽ വിധിയുടെ പകർപ്പ് കിട്ടിയ ശേഷമേ നമുക്കത് പരിശോധിക്കാൻ കഴിയുള്ളൂ. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധരടക്കം സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒരു ഹാങ്ങിങ് തന്നെ, മർഡർ തന്നെയാണ്. അപ്പോൾ മർഡർ അല്ല, ഹാങ്ങിങ് തന്നെയാണെന്നാണ്. അപ്പോൾ ആ രീതിയിൽ പിന്നെയും നമ്മൾ എങ്ങനെയാണ് കൂടുതൽ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ കഴിയുന്നത്? നമുക്കിനി എല്ലാം പറയാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനകത്തെ ഡിഫക്റ്റുകളെല്ലാം പോസ്റ്റ്മോർട്ടത്തിലെയും അതുപോലെ ഇൻക്വസ്റ്റിലെയും ഡിഫക്റ്റുകളെല്ലാം നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ഇനി മേൽക്കോടതിയെ നമുക്ക് വീണ്ടും ബോധിപ്പിക്കാനേ കഴിയുകയുള്ളൂ. ശക്തമായ ഭാഷയിലാണ് ഇപ്പോൾ കുടുംബം പ്രതികരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അക്ഷരാർത്ഥത്തിൽ സർക്കാർ വിറകൊണ്ടു നിൽക്കുകയായിരുന്നു. CBI ഈ കേസന്വേഷണം ഏറ്റെടുത്താൽ അത് പല പ്രമുഖരുടെയും ഉറക്കം കെടുത്തുമെന്ന് വ്യക്തമായിരുന്നു. പെരിയ ഇരട്ടക്കൊലക്കേസിൽ അകത്തായത് CPMന്റെ മുൻ MLA ആണ്. നവീൻ ബാബു ഫയൽ ഏറ്റെടുത്താൽ കൂടുതൽ പ്രമുഖർ കുടുക്കുമെന്ന് ഉറപ്പായ നിലയ്ക്കാണ് സർക്കാർ സർവ്വശക്തിയുമെടുത്ത് ഹൈക്കോടതിയിൽ മഞ്ജുഷയുടെ ഹർജിക്കെതിരായ വാദമുഖങ്ങൾ നിരത്തിയത്. നേരത്തെ മഞ്ജുഷയ്ക്കൊപ്പമെന്ന് വിളിച്ചുകൂവിയ MV ഗോവിന്ദനടക്കം CBI അന്വേഷണത്തെ തള്ളിപ്പറഞ്ഞിരുന്നു.
CBI അന്വേഷണത്തെ തള്ളിപ്പറഞ്ഞ് പാർട്ടി സെക്രട്ടറി കളത്തിലിറങ്ങിയതോടെ CPMന്റെയും ഭരണകൂടത്തിൻ്റെയും ഒക്കെ ഉള്ളിലിരിപ്പ് കേരളത്തിന് വ്യക്തമായി. തുടർന്ന് പ്രോസിക്യൂഷൻ ശക്തമായ വാദമുഖങ്ങൾ ഉയർത്തി. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം വളരെ കാര്യക്ഷമമായി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്നും മഞ്ജുഷയുടെ ആരോപണങ്ങൾ വളരെ വ്യക്തമായി അന്വേഷണ സംഘം അന്വേഷിക്കുമെന്നും കോടതിക്ക് മുൻപാകെ അവർ ഉറപ്പ് നൽകി. നരഹത്യ സംശയിക്കുന്നുവെന്നായിരുന്നു മഞ്ജുഷയുടെ ഹർജി. ഇത്തരമൊരു പരാതിയും തങ്ങൾ കാര്യക്ഷമമായി പരിശോധിക്കുമെന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ADMന്റെ മരണത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി എത്താതിരിക്കാൻ സർവ്വതന്ത്രങ്ങളും പയറ്റിയ സംസ്ഥാന സർക്കാർ ഒടുവിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് മുൻപാകെ വിജയിച്ചിരിക്കുന്നു. CPMനും ഭരണകൂടത്തിനുമൊക്കെ താൽക്കാലിക ആശ്വാസം പകരുന്നതാണ് ഈ വിധി. എന്നാൽ ഡിവിഷൻ ബെഞ്ചിന് മുൻപാകെ അപ്പീലുമായി മഞ്ജുഷി എത്തുമ്പോൾ കാര്യങ്ങൾ മാറിമറിയുമെന്നാണ് പൊതുവെ കണക്കുകൂട്ടുന്നത്. നിയമവിദഗ്ധർ ഇക്കാര്യത്തിൽ മഞ്ജുഷയ്ക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്നു. വിധിയിൽ ഒട്ടും തൃപ്തിയില്ല എന്ന് വ്യക്തമാക്കുകയാണ് കേരളത്തിലെ നിയമവിദഗ്ധർ. നവീൻ ബാബുവിന്റെ ദുരൂഹമരണം സംബന്ധിച്ച CBI അന്വേഷണത്തിൽ ഹൈക്കോടതി എടുക്കുന്നത് ഏറെ നിർണായകമായ തീരുമാനമായിരുന്നു. ഒരുപക്ഷെ ഈ ഭരണം നിലനിൽക്കുമോ എന്നുപോലും സംശയിച്ച നാളുകളിൽ ഭരണകൂട ഇടപെടലുകളും രാഷ്ട്രീയ നേതാക്കളുടെ വ്യക്തമായ സ്വാധീനവുമൊക്കെ തുടക്കം മുതൽ ഈ കേസിൽ വ്യക്തമായിരുന്നു. ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ മാത്രം ഉൾപ്പെട്ട കേസായിരുന്നില്ല ഇത്. ബിനാമി ഇടപാടുകളും വ്യാജ പരാതിയും ഉൾപ്പെടെ പാർട്ടിയെ അടപടലം തകർക്കുന്ന പലതും ഈ കേസിന്റെ പിന്നാമ്പുറങ്ങളിൽ ഒളിച്ചിരിപ്പുണ്ട്. ഈ കേസിൽ CBI എത്തിയാൽ കണ്ണൂരിലെ പല പ്രമുഖരും നിലംപൊത്തി വീഴുന്നത് കേരളം കാണും. അതൊരുപക്ഷെ മുൻ MLA തലത്തിൽ മാത്രമല്ല, പാർട്ടിയുടെ ഉന്നതരടക്കം ഈ കേസിൽ നിലംപൊത്താനുള്ള സാധ്യതകളായിരുന്നു ഏറെ. നവീൻ ബാബുവിൻ്റേത് ഒരു ആത്മഹത്യയല്ല, അത് കൊലപാതകമാണ് എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ് കേരളത്തിൽ. പ്രത്യേകിച്ച് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ ഈ വാർത്ത കേരള പൊതുസമൂഹത്തിന് മുന്നിൽ പലപ്പോഴായി അവതരിപ്പിക്കുന്നു. നവീൻ ബാബു കേസിന് പിന്നിലെ പെട്രോൾ പമ്പ് ബിനാമി ഇടപാടും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നൽകി എന്ന് പറയുന്ന വ്യാജ പരാതിയുമൊക്കെ CBI അന്വേഷിച്ചാൽ അതിൽ കുടുങ്ങുന്നത് പാർട്ടിയുടെ പ്രമുഖർ തന്നെയായിരുന്നു. അതിലപ്പുറം ആ വ്യാജ പരാതി തങ്ങളുടെ ഓഫീസിൽ ലഭിച്ചിരുന്നില്ല എന്ന് വിവരാവകാശ പരാതിയിൽ മറുപടി നൽകിയിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ്. പെരിയ ഇരട്ടക്കൊല അന്വേഷിക്കാനെത്തിയ CBI സംഘത്തിന് മുന്നിൽ അന്ന് തെളിവുകൾ ഹാജരാക്കാൻ ക്രൈംബ്രാഞ്ച് മിനക്കെട്ടില്ല. തുടർന്ന് കോടതി ഇടപെടലോടെയാണ് തെളിവുകളടങ്ങിയ ഫയൽ അന്ന് CBI സംഘം പിടിച്ചെടുത്തത്. സർക്കാരും ക്രൈംബ്രാഞ്ചും ഒന്നും സഹകരിക്കാതിരുന്നിട്ടും സ്വന്തം നിലയിൽ അന്വേഷണവുമായി CBI സംഘം മുന്നോട്ട് പോയി. ഒടുവിൽ അവർ അന്വേഷണത്തിൽ വിജയിച്ചു, പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു. സമാനമായ സാഹചര്യമായിരുന്നു നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിൽ കളിച്ചവരെയും കാത്തിരുന്നത്. നവീൻ ബാബു തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിക്ക് നൽകിയ ഹർജിയിൽ പറഞ്ഞിരുന്നു. നവീൻ ബാബുവിൻ്റേത് കൊലപാതകമാണ് എന്നുറപ്പിക്കുന്ന നിരവധി തെളിവുകൾ അവർ അടക്കമിട്ട് നിരത്തി ഹൈക്കോടതിക്ക് മുൻപാകെ. ഹൈക്കോടതിയിൽ ഹർജി നൽകിയ വേളയിൽ അന്ന് ഹൈക്കോടതി ജസ്റ്റിസ് ഹർജിയിന്മേൽ വാദം നടക്കുമ്പോൾ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ഒരു കൊലപാതകമെന്ന് സംശയിക്കാൻ നിങ്ങളുടെ പക്കൽ എന്തൊക്കെ തെളിവുകളുണ്ട്? അന്ന് അടിവസ്ത്രത്തിലെ രക്തക്കറയടക്കം നിരവധി തെളിവുകൾ പുറത്തേക്കൊഴുകുന്നത് നമ്മൾ കണ്ടതാണ്. ശരിയായ രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം നടന്നില്ല, ഇൻക്വസ്റ്റിൽ കഴുത്തിൽ കണ്ടെത്തിയ പാട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല തുടങ്ങിയ ഗുരുതരമായ പല കാര്യങ്ങളും ഹർജിയിൽ മഞ്ജുഷ ആരോപിച്ചിരുന്നു. 55 കിലോ ഭാരമുള്ള നവീൻ എങ്ങനെ ഒരു ചെറിയ കയറിൽ തൂങ്ങി മരിക്കുമെന്നും ഹർജിക്കാരി കോടതിയോട് ചോദിച്ചിരുന്നു. പ്രതിയെ സംരക്ഷിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നുവെന്നും മഞ്ജുഷ തന്റെ ഹർജിയിൽ ആരോപിച്ചിരുന്നു. ജയിലിൽ നിന്നിറങ്ങിയ PP ദിവ്യയെ സ്വീകരിക്കാൻ സെക്രട്ടറിയുടെ ഭാര്യ പോയെന്നും മഞ്ജുഷ തന്റെ ഹർജിയിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഹർജിക്കാരി ഉന്നയിച്ച പരാതികൾ കൂടി പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കണമെന്ന് കോടതി നിർദ്ദേശം വച്ചിരിക്കുന്നു. പക്ഷേ അന്വേഷിക്കുന്നതും പരിശോധിക്കുന്നതുമൊക്കെ ഈ ഭരണകൂടം നിയോഗിച്ച അന്വേഷണ സംഘമാണ്. അവർക്ക് വ്യക്തമായ ലക്ഷ്യവും നിർദ്ദേശവുമൊക്കെ ഈ ഭരണകൂടം തന്നെ നൽകിയിട്ടുണ്ട്. ഉന്നതരെ രക്ഷിക്കാനാണ് ആ നിർദ്ദേശം. അതിൻ്റെ പല പ്രതിഫലനങ്ങളും നമ്മൾ മുമ്പ് കണ്ടതാണ്. കേരളം തലകുനിക്കുന്നു, വേദനിക്കുന്നു, ഏറെ കണ്ണീർ തൂകുന്നു. ഈ വിധി നമുക്ക് ദുർവിധി തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.